ആവുന്നുണ്ട്. ഞാൻ CPM ആയതുകൊണ്ട് എന്നെ ആക്രമിക്കുന്നേ എന്ന് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ വിലാസം മുകേഷ് എടുത്ത് അണിയുന്നത്, അതും ഇതുപോലെ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷ നേടാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ? ഒട്ടും ശരിയല്ല. നേരത്തെ ഗായത്രി പറഞ്ഞതിനോട് തന്നെയാണ് എൻ്റെയും യോജിപ്പ്. കാരണം ഒന്ന്, ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരിക്കും, ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് തെറ്റേ പറ്റില്ല എന്നുള്ളൊരു വാശി ആദ്യം മാറ്റി വെച്ചാൽ തന്നെ വിഷയങ്ങളെ അക്നോളേജ് ചെയ്യാൻ പറ്റും. അത് പക്ഷേ അതിനകത്തെ മനുഷ്യർ എന്നുവെച്ചാൽ ഗവൺമെൻറ് തന്നെയാണ് അങ്ങനെ ഒരു ബലം സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത്. കാരണം ഇത് വരുമ്പോൾ നമ്മളെ ഒരു ക്രമങ്ങളിൽ, നടപടിക്രമങ്ങളിൽ ഇത് ഉണ്ടായിക്കൂടാ. കുറച്ചുകൂടി മാതൃകാപരമായിട്ട് ഒരു പ്രൊസീജിയറിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു മാതൃക കാണിക്കേണ്ടത് ഒരു ഗവൺമെൻറ്റാണ്. ഇത് പബ്ലിക്കിൽ നിന്ന് ഇത്രയ്ക്കും പ്രഷർ ഉണ്ടാവുന്നു. മാത്രമല്ല ഇദ്ദേഹം അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പറഞ്ഞ ആ സംഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു MLA ആയിരിക്കുന്ന അദ്ദേഹത്തിന് തന്നെ അങ്ങനെ ഒരു മോക്കറി പീസായി നിർത്തേണ്ട കാര്യമില്ല. വളരെ സിമ്പിളാണ്. ആരോപിതനായ ഒരു മനുഷ്യനെ ആ പൊസിഷനിൽ നിന്ന് മാറ്റി നിർത്തി കാര്യങ്ങളെ നോക്കിക്കാണുക എന്നുള്ളത് അത്രയും വളരെ നിസ്സാരമായിട്ട് നടപ്പാക്കാമായിരുന്ന ഒരു കാര്യത്തെ ഇത്രയ്ക്കും കോംപ്ലിക്കേഷനിൽ എത്തിക്കുന്നതിൻ്റെ തന്നെ ഒരു പരിഹാസ്യത നമ്മൾ മനസ്സിലാക്കണം. പരിഹാസ്യത മനസ്സിലാക്കണം. അപ്പം ഇതൊന്നും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് യോജിച്ച നടപടിക്രമങ്ങളല്ല എന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം.